ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്ന് പുറത്തോട്ട് ചുമ്മാ ഇറങ്ങുകയാണ്. നല്ല മഴ. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് കളയാൻ വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി മൂവിക്കായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മൂവിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ എന്നിട്ട് തിയേറ്ററിലോട്ട് ചെന്നിട്ട് പങ്കുവയ്ക്കാം. അപ്പം ഗൈസ്, വാട്ടർ ബോട്ടിലേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട, തിയേറ്ററിൽ ചെന്ന് നമ്മളൊന്നും മേടിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതോടി അപ്പം നമ്മൾ കാണുന്ന പടകത്തിൻ്റെ പേരുത്തായിരുന്നു നുണക്കുഴി. എന്തായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ ടിക്കറ്റ് എടുത്തു പോയി, പടകത്തിൻ്റെ പേരും മറന്നു. ഇനി അത് നോക്കട്ടെ. അപ്പം ഗോയ്സ് എന്ത് അപ്പം ഗൈസ്, നമുക്ക് വിശേഷങ്ങൾ ഇനി തിയേറ്ററിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ ഇന്നും പടം തുടങ്ങിയിട്ടാണ് പോകാറ്. ഇന്ന് അതുകൊണ്ട് വെച്ച് നേരത്തെ ഇറങ്ങുക. 6:30ക്കാണ് ഞങ്ങൾക്ക് ഷോ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ നെല്ലിലെന്ന് പറയും, JB സിനിമാസ് എന്നാണ്. കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നല്ല തിയേറ്ററാണ്. അപ്പം ഞങ്ങളിനി ബാക്കി വിശേഷം അങ്ങോട്ട് പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം. നല്ല മഴയായതുകൊണ്ട് ഇനി തിയേറ്ററിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും പറയാം. പടം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതൊക്കെ പോപ്കോൺ തിന്നാനായിട്ടാണ് വരുന്നത്. സിനിമ ഇന്നെ കാണാനൊന്നും വരികയല്ല. അവള് ബർഗർ തിന്നാനുമാണ് വരുന്നത്. അപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പോവാം. നമ്മൾ ആദ്യകാല ആക്ടർ അപ്പുറത്തുണ്ട്. അപ്പോൾ ആക്ടറായിട്ട് നമുക്ക് അങ്ങോട്ട് നീക്കാം. അപ്പോൾ ഗൈസ്, തിയേറ്ററിൽ ചെന്നിട്ട് കാണാം. അവരപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നാളെ കറുപ്പിൻ്റെ ബർത്ത്ഡേ ആണ്. അവർക്ക് സർപ്രൈസായിട്ട് എന്തെങ്കിലും വാങ്ങണം. എന്ത് വാങ്ങണം എന്നൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നും കൊണ്ട് മനസ്സിൽ കയറുന്നില്ല. എന്തായാലും അത് വാങ്ങി കൊണ്ടുവയ്ക്കണം. അതുകൊണ്ടാണ് ഇറങ്ങി. അപ്പോൾ അവരും പിന്നെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് അങ്ങ് ടിക്കറ്റ് എടുത്ത് ഇനി എവിടെയെങ്കിലും ഷോപ്പിൽ കയറാനായിട്ട് എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും വാങ്ങി പൈസ ആക്കി വെക്കണം. എന്നിട്ട് രാത്രി കൊടുക്കാം. അപ്പം ഗൈസ്, 12 മണിക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അതോ നാളെ കൊടുക്കണമെന്ന് ആലോചിക്കും. അവളുടെ എന്താ പറയുന്നത്, നമുക്കൊരു പ്രാങ്കായിട്ട് കൊടുക്കണമെന്ന് ആലോചിക്കുന്നത്. അവളുടെ അപ്പം ആ റിയാക്ഷൻ കാണണോ വേണ്ട, എന്തോന്നൊരു പ്ലാനിങ് ആണ്. ഇന്ന് സർപ്രൈസായിട്ട് കൊടുക്കണോ, അതൊരു നാളെ ഇതൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമത്തി ഇരിക്കുമ്പോൾ എടുത്ത് കൊടുക്കണോ എന്നുള്ളൊരു അതെന്തോന്നൊന്ന് പ്ലാൻ ചെയ്ത്. എന്തായാലും ഞാൻ ഇന്ന് വാങ്ങും. അപ്പം ഗൈസ്, അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മതി ഇത് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ അതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ തിയേറ്ററിലെത്തി. ഇപ്പോൾ ഷോ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ. ഫുൾ എടുക്കാൻ പറ്റില്ല. സിനിമ ഉണങ്ങിയാൽ പിന്നെ ക്യാമറ നമ്മളങ്ങനെ ഓണാക്കാറില്ല. ഷോ ഇപ്പോൾ തുടങ്ങും. എല്ലാവരും കയറുന്നു. അവർക്കെല്ലാം പോപ്കോണും അതൊക്കെ മേടിച്ചു കൊടുത്തോണ്ട് ഇനിയിപ്പോൾ അടങ്ങിയിരുന്ന് സിനിമ കണ്ടോളും. അപ്പം നമുക്ക് സിനിമയൊന്ന് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പം ഗൈസ്, ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം പടമൊക്കെ നല്ല പടമായിരുന്നു. ഞങ്ങൾ നല്ല JBയിലാണ് പോയത്. നുണക്കുഴികളായിരുന്നു പടം. ബേസിൽ ജോസഫിൻ്റെ നുണക്കുഴികൾ ബേസിൽ ജോസഫിൻ്റെ നല്ല പടമായിരുന്നു കേട്ടോ ഗൈസ്. ചിരിക്കാൻ നല്ല. പക്ഷെ എന്നാലും ആദ്യം തൊട്ട് അവസാനം വരെ ചിരിപ്പിക്കും പടം. കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ, ഒരു വൺ ടൈം ഒരു കണ്ടിരിക്കാൻ പറ്റിയ സിനിമ. പക്ഷെ സെക്കൻഡ് പാർട്ട് ഇടാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. ഇപ്പൊ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ് കേട്ടോ ഗൈസ്. കൊള്ളാം. ഒരു ബോറിങ് ലാഗും ഒന്നുമില്ല പടത്തിന്. ഒരു തട്ടിക്കൂട്ടും ഒന്നുമില്ല. പടം ഹിറ്റായിട്ട് തന്നെ കൊള്ളാം ഗൈസ്. ഞങ്ങൾ അവിടെ തിയേറ്ററിൽ വെച്ചാൽ ഇച്ചിരി ഇത് എടുക്കാൻ പറ്റുള്ളൂ. പടമൊക്കെ നല്ല പടമായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് അതിനകത്ത് ലൈറ്റിങ് ഇച്ചിരി ഇതുണ്ടല്ലോ, നമ്മുടെ ക്യാമറയിലൊന്നും അത്ര ഇതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇൻ്റർവെൽ ടൈമിൽ നമ്മൾ ഇതൊന്നും എടുക്കാഞ്ഞത്. പിന്നെ വീട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്.
നൈറ്റായിപ്പോയി. 6:30 ഷോയ്ക്കായിരുന്നു ഞങ്ങൾ പോയത്. പടം ഗൈസ് എല്ലാവർക്കും നിങ്ങൾക്ക് പോയി ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ പടമാണ് കേട്ടോ. ഒരു ലാഗൊന്നുമില്ല, എല്ലാവർക്കും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നമുക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട്. എല്ലാവരും പരമാവധി ഇരുന്ന് സിദ്ദീഖിൻ്റെയൊക്കെ കോമഡി പറയാനില്ല. സിദ്ദീഖാണായാലും ബൈജുവേട്ടൻ എല്ലാവരും അതിൽ ഓരോരുത്തരും അവരുടേതായ റോളുകളെല്ലാം നല്ല ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോമഡി മൂവിയാണെന്ന് വിചാരിച്ചൊന്നും പോയല്ല, എന്നാലും കൊള്ളാം. അവസാനം വരെയും ചിരിപ്പിക്കും പടം. അപ്പം ഇനി കൂടുതൽ പടത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണാനുള്ള ഒരു ഇതൊന്നും കളയുന്നില്ല. അപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. നല്ല മൂവിയാണ്. ഞങ്ങൾ ഒരു ഇതിൽ ബുക്ക് ചെയ്തതാണ്, പക്ഷേ ഇനി അടുത്ത നെക്സ്റ്റ് ഷോയ്ക്ക് നല്ല ഫുൾ ഹൗസ്ഫുള്ളാണെന്ന് തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നു അടുത്ത ഷോയും. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചവിട്ടി നിർത്താൻ പറ്റത്തില്ല, കാരണം അത്രയും വണ്ടികളൊക്കെ വന്ന് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറക്കിയതാണ്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ പരമാവധി നമ്മൾ വീഡിയോ കുറയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്കൊന്നും ഇപ്പോൾ റീച്ചില്ല. മെയിനായിട്ട് അത് നിങ്ങളുടെ അടുത്ത് പറയാമല്ലോ, നമ്മുടെ വീഡിയോസിൽ എന്തോ റീച്ചില്ല. അതിന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പറയാം. അതിന് കുറച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, എങ്ങനെയുള്ള വീഡിയോസ് അതായത് നമ്മുടെ ഫാമിലിയുടെ ഒരു വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. നമുക്ക് വൈകുന്നേരമൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരെയും അമ്മയായാലും അവരായാലും ആരെയും നമുക്ക് കിട്ടുന്നില്ല. അവരെല്ലാം ഓരോരുത്തരുടെ ഓരോ ജോലിയിലോട്ടങ്ങ് മാറും. അപ്പോൾ എന്തായാലും അടുത്ത അവധി ദിവസം ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈസ്, എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.